Hello Leute und herzlich willkommen. നമുക്ക് ഒരുമിച്ച് ജർമ്മൻ പഠിക്കാം. എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമുക്കിന്ന് ഒരു B2 ലെവൽ ഷ്രൈബൻ ഫോമൽ ലെറ്റർ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ഒരു ടെക്നിക്കൽ പ്രോബ്ലം ആണ് കേട്ടോ. ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ടെക്നിക്കൽ പ്രോബ്ലം. കാരണം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എൻ്റെ മാനേജറിന് ഒരു ലെറ്റർ എഴുതുവാണ്. സോഫ്റ്റ്വെയർ ഓർഡർ ടെക്നിഷ്യസ് പ്രോബ്ലം verhindert die Arbeit. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? എൻ്റെ മാനേജർ ഫ്രൗ ഷ്രോഡർ ആണേ. Sehr geehrte Frau Schröder, ich möchte Sie informieren, dass ich seit heute Morgen Schwierigkeiten mit meinem Computer habe. Ich möchte Sie informieren, എനിക്ക് നിങ്ങളെ അറിയിക്കണം. Das ich seit heute Morgen, ഇന്ന് രാവിലെ തൊട്ട് എനിക്ക് Schwierigkeiten mit meinem Computer habe, ബുദ്ധിമുട്ടുകളുണ്ട്. എന്താണ്? എൻ്റെ കമ്പ്യൂട്ടറിൽ. Das Programm, das ich für die Bearbeitung der Rechnungen benötige, das Programm, എനിക്ക് ഏതോ ഒരു സോഫ്റ്റ്വെയർ, ഒരു പ്രോഗ്രാം, ഓക്കെ, സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണിത്. എന്തിനു വേണ്ടിയുള്ളതാണ് ഈ പ്രോഗ്രാം? വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബെയർബൈറ്റും ഡെർ റെഷ്നുങ്ങൻ, ഇൻവോയ്സുകൾ അല്ലെങ്കിൽ ബില്ല്, ഞാൻ ബില്ല് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബില്ലുകൾ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെനോട്ടിഗൻ ചെയ്യുന്ന സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നില്ല. ഫങ്ഷനിert nicht richtig, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. So dass ich meine Aufgaben derzeit nicht vollständig erledigen kann. അതുകൊണ്ട് എനിക്ക് എൻ്റെ പണികൾ കറക്റ്റായിട്ട് മുഴുവനായിട്ടും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം രാവിലെ തൊട്ട് എൻ്റെ കമ്പ്യൂട്ടറിലുള്ള ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നില്ല എന്ന് ഞാൻ മാനേജറിനെ അറിയിച്ചു. ഓക്കെ, അത് കാരണം എന്താണ്? എനിക്ക് എൻ്റെ പണി നടക്കുന്നുമില്ല, അതും പറഞ്ഞിട്ടുണ്ട്. Mein Vorschlag wäre, dass ich in der Zwischenzeit andere Aufgaben übernehme. Mein Vorschlag wäre, എൻ്റെ സജഷൻ ഇതാണ്. എന്താണ്? Das in der Zwischenzeit, ഞാൻ ഈ ഒരു ഇടയിലുള്ള സമയം, ഏതാണ്? ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നില്ല, അത് വർക്ക് ആവുന്നത് വരെയുള്ള സമയങ്ങളിൽ andere Aufgaben übernehme, വേറെ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ടേക്ക് ഓവർ ചെയ്യട്ടെ. und die Rechnungen später bearbeite, എന്നിട്ട് ഇൻവോയ്സുകൾ പിന്നെ വർക്ക് ചെയ്യാമെന്ന്. sobald das technische Problem gelöst ist, എപ്പോഴാണ് ടെക്നിക്കൽ പ്രോബ്ലം, ഈ സോഫ്റ്റ്വെയറിന്റെ പ്രോബ്ലം തീരുമ്പോൾ ഞാൻ വർക്ക് ചെയ്യാം. Ich habe Verständnis dafür, dass wir im momentan viele wichtige Deadlines haben. Ich habe Verständnis, എനിക്ക് അറിയാം. എന്താണ്? ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് ഡെഡ് ലൈൻസ് ഉണ്ടെന്ന്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഡ് ലൈൻസ് നമ്മുടെ കമ്പനിയിൽ ഉണ്ടെന്ന് എനിക്കറിയാം. und ich möchte weiterhin zuverlässig mitarbeiten. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യണം? ഭാവിയിലും വളരെ സുവലാസിക് എന്ന് വെച്ചാൽ റിലയബിൾ ആയിട്ട് എനിക്ക് ഈ കമ്പനിക്ക് വേണ്ടി വൈറ്റഹിൻ ഭാവിയിലും വളരെ റിലയബിൾ ആയിട്ട് വർക്ക് ചെയ്യണം. മെറ്റാബൈറ്റൻ. ഓക്കെ, അപ്പം ഇതാണ് ഒരു ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട്, എനിക്ക് അതുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പകരം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ എൻ്റെ മാനേജറിന് എഴുതുന്ന ഒരു ലെറ്ററാണിത്. ഇതിൽ B2 ലെവൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ ഒരു മോഡൽ ലെറ്റർ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്.